ഹലോ ഫ്രണ്ട്സ്, ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ മഴക്കാലത്ത് എല്ലാവർക്കും പൊതുവെയുള്ള സംശയമാണ്, ചെടികൾക്ക് വളം ചെയ്തു കൊടുക്കണോ അതോ രാസവളമാണോ ജൈവവളമാണോ ഇട്ട് കൊടുക്കേണ്ടത്, ഈ സമയത്ത് പ്രൂണിംഗ് ആണോ ഹാർഡ് പ്രൂണിംഗ് ആണോ നല്ലത് എന്നിങ്ങനെയുള്ള സംശയങ്ങൾ. ഇതിനെല്ലാത്തിനും ഈ വീഡിയോയിലൂടെ മറുപടി നൽകുന്നു. കടലാസ് ചെടികൾ ഈ സമയത്ത് നട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം തൈകൾ ഉണ്ടാക്കാം. പോയത് എല്ലാ പോട്ടിലും നിറയെ പില്ലുകളാണ്, അതൊക്കെ നീക്കം ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് പുതിയ തൈകൾ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നഴ്സറികളിലൊക്കെ നല്ല റേറ്റാണ്. ഒരു ബോഗൺവില്ലയ്ക്ക് തന്നെ 750 മറ്റും ആവും. ഈ സൈസിലുള്ള കമ്പുകൾ കട്ട് ചെയ്തെടുക്കുക. ഈ സൈസിലുള്ള കമ്പുകൾ കട്ട് ചെയ്ത് നടുകയാണെങ്കിൽ നമുക്ക് വേഗം പിടിച്ച് കിട്ടും. ഇത് ഞാൻ തറയിൽ നട്ടിരിക്കുന്ന ബോഗൺവില്ലയാണ്. ഈ സൈഡിൽ കൂടി നടന്നു പോകുമ്പോൾ പുറത്തൊക്കെ കയറി തട്ടും. അതുകൊണ്ടാണ് ഈ ചെറിയ കമ്പുകൾ ഞാൻ കട്ട് ചെയ്ത് എടുത്തത്. കുട്ടികൾ ഇതുവഴി നടന്നു പോകുമ്പോൾ പുറത്ത് കയറി തട്ടാറുണ്ട്. ആ സമയത്ത് അവർ ഒടിച്ച് മാറ്റിയതാണ്. തറയിൽ നിന്ന് കടലാസെടിയിൽ നിന്ന് മുറിച്ചെടുത്ത കമ്പുകളൊക്കെ ചെറുതായി കട്ട് ചെയ്ത് കളയുക. ഇതുപോലെ ഉരിഞ്ഞ ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. സാധാരണ ഞാൻ കറ്റാർ വാഴയിലോ അല്ലെങ്കിൽ കരിയിലോ മുക്കിയാണ് നടാറുള്ളത്. ഇപ്പോൾ നല്ല മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ അതൊന്നും ചെയ്യുന്നില്ല. ഡയറക്റ്റ് മണ്ണിലോട്ടാണ് നട്ട് വയ്ക്കുന്നത്. അതിനായി ഞാൻ ഇവിടെ കുറച്ച് മണ്ണ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇത് കുത്തി വയ്ക്കാം. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നോ റിലേറ്റീവ്സിൻ്റെയോ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഇതുപോലെയുള്ള ചെറിയ കമ്പുകൾ വാങ്ങി നട്ടുവയ്ക്കുക. ഡിസംബറോട് കൂടി എല്ലായിടത്തും പൂക്കളുണ്ടാകും. ആ സമയത്താണ് എല്ലാവരും കമ്പ് വാങ്ങിക്കൊണ്ടുപോയി നടാറ്. പൂക്കളുടെ ഭംഗി കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും കൊണ്ട് നടാമെന്ന്. ഈ സമയത്ത് ഇതുപോലെ കമ്പുകൾ വാങ്ങിക്കൊണ്ട് നടുകയാണെങ്കിൽ വേഗം നമുക്ക് പിടിച്ച് കിട്ടും. അപ്പോൾ പൂക്കളുടെ സീസൺ ആവുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഈ തൈകൾ വേഗം പിടിച്ച് കിട്ടുന്നതോടുകൂടി നമുക്ക് ഡിസംബർ നവംബർ ആവുമ്പോഴേക്കും നിറയെ പൂക്കളുണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യുകയും ചെയ്യാം. മഴക്കാലത്ത് ഒരു കാരണവശാലും നമ്മൾ ചെടികൾക്ക് രാസവളമോ ജൈവവളമോ കൊടുക്കരുത്. കാരണം നമ്മൾ ഇപ്പോൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് മണ്ണിൽ കൂടി ഒലിച്ച് പുറത്തു പോവുകയും ചെടിക്ക് അത് കിട്ടുകയുമില്ല. അതുകൊണ്ട് ഇതൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ചെടികളിൽ ഇതുപോലെയുള്ള കരിഞ്ഞ പൂക്കളൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. എല്ലാവർക്കുമുള്ള മറ്റൊരു സംശയമാണ്, ഈ സമയത്ത് ഹാർഡ് പ്രൂണിംഗ് ആണോ സോഫ്റ്റ് പ്രൂണിംഗ് ആണോ ചെയ്തു കൊടുക്കേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ഹാർഡ് പ്രൂണിങ്ങും സോഫ്റ്റ് പ്രൂണിങ്ങും ഈ സമയത്ത് ചെയ്തു കൊടുക്കരുത്. അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നിൽക്കുന്ന നമുക്ക് ബുദ്ധിമുട്ടുള്ള ചെറിയ കമ്പുകളൊക്കെ ചെറുതായി സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കാം. എന്തായാലും ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കരുത്. ഇതുപോലെ കമ്പുകൾ നട്ട് മഴക്കാലത്ത് തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ? കമൻറ്റായി രേഖപ്പെടുത്തുക. നേരത്തെ ഇതുപോലെ വെച്ച് പിടിപ്പിച്ച തൈകളാണ് ഈ വീഡിയോയിൽ കാണുന്നത്. കണ്ടില്ലേ, ഇതൊക്കെ ഇതുപോലെ വെച്ച് പിടിപ്പിച്ച കമ്പുകളാണ്. ഈ ചാനൽ നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടാകും. സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിനോടൊപ്പം ഒരു ലൈക്കും കൂടി തരാൻ മറക്കരുത്.